ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. KSRTC ബസ് സൈഡ് നൽകിയില്ല എന്നാരോപിച്ച് മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവറും തമ്മിൽ വാക്കുതർക്കം. മേയറുടെ പരാതിയിൽ ബസ് ഡ്രൈവർ യദുവിന്റെ പേരിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. കാർ ബസ്സിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്ന് KSRTC ഡ്രൈവറും പരാതി പറഞ്ഞു. പക്ഷേ പോലീസ് ഈ പരാതിയിൽ കേസെടുത്തില്ല. ഭർത്താവ് സച്ചിൻ ദേവ് MLA യും ഒപ്പമുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. MG പ്രതീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എന്താണ് ഈ തർക്കത്തിന് ആധാരം? എപ്പോഴായിരുന്നു ഈ സംഭവം? ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം പാളയത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ MLA യും സഞ്ചരിച്ച വാഹനവും ഒപ്പം ഈ KSRTC ഡ്രൈവറും തമ്മിലാണ് ഒരു വാക്കുതർക്കം ഉണ്ടായത്. ഈ KSRTC ബസ് കാറിന് സൈഡ് നൽകിയില്ല എന്നതാണ് മേയറുടെ ആരോപണം. തുടർന്ന് മേയറും KSRTC ഡ്രൈവറും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിന് പിന്നാലെയാണ് മേയർ ഈ ഡ്രൈവർക്കെതിരെ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയത്. മേയറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ KSRTC ഡ്രൈവർ പറയുന്ന മറുപടി, ഈ KSRTC ബസ് പോകവേ ഈ മേയറുടെ വാഹനം കുറുകെ വരികയും തുടർന്ന് ഈ KSRTC ബസിന്റെ മുന്നിൽ വെച്ച് നിർത്തുകയും ചെയ്തു. തുടർന്ന് മോശമായി പെരുമാറിയെന്നും ട്രിപ്പ് മുടക്കിയെന്നതുമാണ് KSRTC ഡ്രൈവർ പരാതിയായി പറയുന്നത്. ഈ പരാതി പോലീസിൽ നൽകിയെങ്കിലും KSRTC ഡ്രൈവറുടെ പരാതിയിൽ നിലവിൽ കേസെടുത്തിട്ടില്ല. കുറെ അധികം സമയം മേയറും ഡ്രൈവറും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ മേയറോട് മോശമായി പെരുമാറിയെന്ന ആരോപണം കൂടി ഈ പരാതിയിൽ മേയർ ഉന്നയിക്കുന്നുണ്ട്. ഉന്മേഷം. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ രാത്രിയാണ് ഈ തർക്കം ഉണ്ടായത്. പരാതി ഉയർന്നിരിക്കുന്നത്.